നമസ്കാരം. ഇന്ന് വൈകുന്നേരം കേരളത്തിലെ എറണാകുളം കലൂർ സ്റ്റേഡിയത്തിലെ ഗാലറിയിൽ വെച്ചിട്ട് 50 രാജ്യങ്ങളിൽ നിന്നുള്ള 12,000 നർത്തകർ പങ്കെടുക്കുന്ന മൃദംഗനാദ നൃത്ത സന്ധ്യ നടത്തപ്പെട്ടു. അതിൻ്റെ ഉദ്ഘാടന വേദിയിൽ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാനും എറണാകുളം എം പി ഹൈബി ഈഡൻ, മറ്റ് വിശിഷ്ടാതിഥികൾ, ഉമാ തോമസ് MLA എന്നിവരുണ്ടായിരുന്നു. ആ വേദിയിൽ പെട്ടെന്ന് കൂട്ടിയ ഒരു സ്റ്റേജിൽ വെച്ച് അതിൻ്റെ സൈഡിൽ VIP ഇരുന്നതിൻ്റെ തൊട്ട് മുമ്പിൽ 1-1.5 അടി ഗ്യാപ്പിൽ മാത്രമേ അതിൻ്റെ മുൻവശമായിട്ടുണ്ടായിരുന്നുള്ളൂ. ആ ഗ്യാപ്പിൽ നിന്ന് എഴുന്നേൽക്കുന്ന സമയത്ത് തൃക്കാക്കര MLA ആയ ഉമാ തോമസ് അതിൻ്റെ സൈഡിലുണ്ടായിരുന്ന കൈവരി പോലെ തോന്നിയ റിബണിൽ പിടിക്കുകയും ഒരു ഏകദേശം 10 അടിയിൽ താഴേക്ക് വീണ് അവർക്ക് ഗുരുതരമായ പരിക്കുകൾ പറ്റി റെനി ആശുപത്രിയിൽ വെന്റിലേറ്ററിൽ തുടരുകയാണ്. തലച്ചോറിൻ്റെ ഇടതുഭാഗത്തും ശ്വാസകോശത്തിൻ്റെ സൈഡിലുമാണ് കാര്യമായ ഗുരുതരമായ വീഴ്ചയിലുണ്ടായ അപകടം ഉണ്ടായിട്ടുള്ളത് എന്നാണ് ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത്. 24 മണിക്കൂറിന് ശേഷം മാത്രമേ അക്കാര്യങ്ങളെപ്പറ്റി അവരുടെ അടുത്ത ആരോഗ്യപരമായ പുരോഗതിയെപ്പറ്റി പറയുവാൻ സാധിക്കുകയുള്ളൂ എന്നും മെഡിക്കൽ ബുള്ളറ്റിനോട് അറിയിച്ചിട്ടുണ്ട്. ഇത്തരമൊരു വലിയ പരിപാടി നടത്തുമ്പോൾ പോലീസിൻ്റെയും ഫയർഫോഴ്സിൻ്റെയും ആ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ NOC അതിൻ്റെ സംഘാടകർ വാങ്ങേണ്ടതാണ്. ഇത്രയേറെ പേർ പങ്കെടുക്കുന്ന ഒരു പരിപാടിയിൽ വളരെ അടിയന്തരമായി CCTV ഉണ്ടായിരിക്കേണ്ടതാണ്. CCTV ഇല്ല. ഫയർഫോഴ്സോ അല്ലെ പോലീസോ അല്ലെ ഈ പറയുന്ന കോർപ്പറേഷനോ ഇങ്ങനെ ചടുലമായി നടത്തിയ ഒരു പ്രോഗ്രാമിനുള്ള NOC നൽകിയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിലും സംശയമാണ്. സാധാരണ ഒരു പരിപാടി സംഘടിപ്പിക്കുന്ന അതേ ലാഘവത്തോടു കൂടി തന്നെ ആയിരിക്കണം ഈ പരിപാടിയും സംഘടിപ്പിച്ചിട്ടുള്ളത്. അതായിരിക്കാം ഇതിനകത്ത് സംഭവിച്ചിട്ടുള്ള ഒരു കുറ്റം. പ്രധാനപ്പെട്ട VIP ഇരിക്കുന്ന വേദിയിൽ അവരുടെ ആ തട്ടുംപുറം പോലുള്ള സ്ഥലത്ത് കയറിയിരുന്ന് ഈ പ്രോഗ്രാം സംഘടിപ്പിക്കാൻ വേണ്ടി അവരെ അവിടെ കയറ്റിയിരുത്തി കഴിഞ്ഞാൽ അവർക്ക് വേണ്ട സുരക്ഷ ഒരുക്കേണ്ട ബാധ്യത അതിൻ്റെ സംഘാടകർക്കുണ്ടായിരുന്നു. അതിലവർക്ക് വീഴ്ച പറ്റിയിരിക്കുന്നു എന്നുള്ളതാണ് കാര്യം. പക്ഷേ MLA ആയതുകൊണ്ട് അവർക്ക് നല്ല പരമാവധി ചികിത്സ ലഭിക്കും എന്ന് നമുക്ക് വിശ്വസിക്കാം. മെഡിക്കൽ ബോർഡുകളിലൊക്കെ രൂപീകരിക്കപ്പെട്ടു. എറണാകുളത്തെയും കോട്ടയത്തെയും മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ അവിടേക്ക് പോകുന്നതായി നമ്മുടെ ആരോഗ്യവകുപ്പ് മന്ത്രി അറിയിച്ചിട്ടുണ്ട്. അവർക്ക് നല്ല ചികിത്സ ലഭിക്കുകയും അവർ ജീവിതത്തിലേക്ക് തിരിച്ചു വരികയും ചെയ്യുമെന്ന് നമുക്ക് പരിപൂർണമായി വിശ്വസിക്കാം. 24 മണിക്കൂറിന് ശേഷം തലച്ചോറിൻ്റെ അവരുടെ ഏതൊക്കെ ഭാഗങ്ങൾ കൃത്യമായി ഇവർ പ്രവർത്തിക്കുന്നു എന്നറിഞ്ഞതിന് ശേഷം മാത്രമേ കാഴ്ചയെപ്പറ്റിയും ഓർമ്മയെപ്പറ്റിയും സംസാരശേഷിയെപ്പറ്റിയും ഒക്കെ പുറത്ത് അറിയൂ എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്ന കാര്യം. എന്തായിരുന്നാലും ഈ വീഴ്ച അത്ര ഗൗരവമായിട്ടുള്ളതല്ല ആദ്യം അവിടെയുള്ളവർ കണ്ടത് എന്ന് തോന്നുന്നു. മന്ത്രി സജി ചെറിയാനും ഹൈബി ഈഡനും ഒക്കെ കുറേ നേരം കൂടി ആ പ്രോഗ്രാമിൽ പങ്കെടുത്തായിട്ടാണ് അറിയാൻ സാധിക്കുന്നത്. അതിനുശേഷവും ഈ സംഘാടകർ ഇത്രയും വലിയൊരു പ്രശ്നം ഉണ്ടായതിനു ശേഷവും പ്രോഗ്രാം നടത്തി എന്നുള്ളത് മറ്റൊരു അതിശയം കലർന്ന കാര്യമാണ്. അതിനവർ പറഞ്ഞ കാര്യം MLA എഴുന്നേറ്റ സമയത്ത് അവർ ശരിയായ രീതിയിൽ നടക്കാത്തതുകൊണ്ടാണ്, ഞങ്ങളതിൻ്റെ കസേര അഡ്ജസ്റ്റ് ചെയ്തിട്ടിരുന്നു, അവർ നോക്കാത്തതുകൊണ്ടാണ്, റിബണി കയറി പിടിച്ചതുകൊണ്ടാണ്, ഇങ്ങനെയൊക്കെയാണ് അപകടം സംഭവിച്ചത്, അവരുടെ കുറ്റമല്ല എന്നുള്ള രീതിയിലാണ് അതിൻ്റെ സംഘാടകർ പത്രക്കാരോട് പറഞ്ഞത്. എത്ര ലാഘവത്തോടുകൂടിയാണ് ഇത്തരം പ്രോഗ്രാം സംഘടിപ്പിക്കുന്നവർ ഇങ്ങനെ സംസാരിക്കുന്നത്. 12,000-ഓളം പേര് 50 രാജ്യങ്ങളിൽ നിന്ന് പങ്കെടുക്കുമ്പോൾ അത് സംഘടിപ്പിക്കുന്നതിന് എത്രയോ ആൾക്കാർ കാഴ്ചക്കാരെ ഉണ്ടാവും. ഈ കാഴ്ചക്കാർക്ക് ആർക്കെങ്കിലുമായിരുന്നു ഇത്തരം ഒരു അപകടം ഉണ്ടാകുന്നതെങ്കിൽ ഇത്ര നല്ലൊരു ഹോസ്പിറ്റലിൽ എത്തിക്കുകയോ ചികിത്സ ലഭിക്കുകയോ ചെയ്യും എന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അവർ MLA ആയതുകൊണ്ടും ആണ് അവർക്ക് ഇത്രയും നല്ല സുരക്ഷിതമായ രീതിയിൽ ഒരു ചികിത്സയ്ക്ക് അവസരം ലഭിച്ചതെന്ന കാര്യം കൂടി വിസ്മരിക്കാതെ വയ്യ. അതുകൊണ്ട് ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുമ്പോൾ ഈ പരിപാടി സംഘടിപ്പിക്കുന്നവരെ സംബന്ധിച്ച് 2 കാര്യങ്ങളാണ് ഉള്ളത്. പരിപാടിയുടെ പൂർണ്ണമായ രീതിയിൽ അതിന് പബ്ലിസിറ്റി ലഭിക്കുക, മറ്റൊന്ന് ആ പരിപാടിയിലൂടെ കൂടുതൽ സാമ്പത്തിക ലാഭം നേടുക. അതിനൊക്കെ ഉപരി അതിൽ പങ്കെടുക്കുന്നവരുടെ സുരക്ഷയും അല്ലെങ്കിൽ അത് കാണാൻ വരുന്ന കാണികളുടെ സുരക്ഷയും അത് ശരിയായ രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാനുള്ള ഒരു സംവിധാനം പോലീസിൻ്റെയും ഫയർഫോഴ്സിൻ്റെയും കയ്യിൽ നിന്നുണ്ടാകേണ്ടിയിരുന്നു എന്നുള്ളതാണ് നാം
ഇത്തരണത്തിൽ ഓർക്കേണ്ട ഒരു സംഭവം. ക്ഷേത്രങ്ങളിലും പള്ളികളിലുമൊക്കെ ഇത്തരം പരിപാടികൾ ഉണ്ടാവുകയും ആ പരിപാടികളിൽ ആൾക്കാർക്ക് അവരുടെ ജീവൻ വരെ നഷ്ടപ്പെട്ടതിന് ശേഷം നാം അതിനെപ്പറ്റി പഠിക്കുകയും ചർച്ച ചെയ്യുകയും പിന്നീട് അതിനെപ്പറ്റി ഒരു കമ്മീഷനെ വേണേൽ വെക്കുകയും ചെയ്യുകയാണ് പതിവ്. എന്തായിരുന്നാലും ഒരു പി.ടി. തോമസിൻ്റെ വിധവ, കേരള നിയമസഭയിലെ ഒരംഗം, അങ്ങനെയുള്ള വനിത എന്നൊക്കെ നിലയിൽ അവർ കേരളത്തിൻ്റെ ജനങ്ങളുടെ ഇടയിൽ മതിപ്പുള്ള ഒരു സ്ത്രീയാണ്. അവർക്കുണ്ടായ അത്യാഹിതം എന്ന് പറയുന്നത് ഒരാൾക്കും ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ഒന്ന് തന്നെയായിരുന്നു. തലച്ചോറാണ് മനുഷ്യൻ്റെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവം. കമ്പ്യൂട്ടറിൻ്റെ ഹാർഡ് ഡിസ്ക് പോലെ, മെമ്മറി കാർഡ് പോലെ ഒക്കെയാണ് ഈ തലച്ചോറ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ തലച്ചോറിന് ക്ഷതമേൽക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ വലിയ ആഘാതമുണ്ടാക്കുന്ന കാര്യമാണ്. ഇതിനെല്ലാം ഉപരി ഇത്രയൊക്കെ പറഞ്ഞ കൂട്ടത്തിൽ പറയാതെ പോകുന്നൊരു കാര്യം, വെന്റിലേറ്ററിൽ കിടക്കുന്ന ഉമാ തോമസ് സംസാരിക്കുന്നുണ്ടോ എന്നൊരു പത്രലേഖക അവരെ സന്ദർശിച്ച ഒരാളിനോട് ചോദിക്കുന്നത് കേട്ടു. വെന്റിലേറ്റർ എന്താണെന്നോ വെന്റിലേറ്ററിലൂടെ എങ്ങനെയാണ് പേഷ്യൻ്റ് കിടക്കുന്നതെന്നോ അറിയാതെയാണോ പത്രപ്രവർത്തനം നടത്തുന്നതെന്ന് ചോദിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ ചോദിക്കാൻ പറ്റില്ലല്ലോ, ഇങ്ങോട്ട് പറയുന്നതല്ലേ കേൾക്കാൻ പറ്റും. എന്തായിരുന്നാലും ഇത്തരം നാട്ടുകാരെ കൂട്ടി ജനങ്ങളെ കൂട്ടി നടത്തുന്ന ആഘോഷങ്ങൾക്ക് അപകടങ്ങൾ ഉണ്ടായതിനു ശേഷം അതിനെപ്പറ്റി അന്വേഷണം നടത്തുന്നതിനെപ്പറ്റി അതിനെപ്പറ്റി അഭിപ്രായം പറയുന്നതിന് മുമ്പ് ആ പ്രദേശത്തെ പോലീസ്, തദ്ദേശ സ്വയംഭരണ വകുപ്പ്, ഫയർഫോഴ്സ് എന്നിവർ അവിടുത്തെ ഓരോ കാര്യങ്ങളും അവിടെ നടക്കുന്ന അവർ NOC കൊടുത്തതിന് ശേഷം നടത്തിയ മാറ്റങ്ങളൊക്കെ തന്നെ ഇനിയെങ്കിലും പരിശോധിച്ച് ഇത്തരം ദാരുണമായ സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കുവാൻ ശ്രമിക്കേണ്ടതാണ്. വീഡിയോ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.